ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു മുന്നേറ്റം ഉണ്ടായല്ലോ. 11 മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തി. 8 മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തും ഇടം പിടിച്ചു. വിവരങ്ങളുമായി പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട്. പ്രശാന്ത് കൃഷ്ണ, ഗുഡ് മോർണിംഗ്. ഈ ബി ജെ പി അക്കൗണ്ട് തുറക്കില്ല എന്ന് പലപ്പോഴായി പറഞ്ഞു. മറ്റേ തേങ്ങ ഉടയ്ക്കുവോ എന്ന് ചോദിച്ച ഒടുവിൽ ഒരു സീറ്റിലെങ്കിലും ആ തേങ്ങ ഉടഞ്ഞു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ആശ്വാസമുള്ള ഒരാളും വ്യക്തിപരമായി സുരേഷ് ഗോപി ആയിരിക്കണം. നിരവധി ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒരൊറ്റ ഡയലോഗോടുകൂടി അദ്ദേഹത്തിന് പല കാലങ്ങളായി ഉണ്ടായി. തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുകയാണ്, നിങ്ങൾ എനിക്കത് തരണം എന്ന് പറഞ്ഞിരുന്ന ആ ഡയലോഗ് ആക്രമണത്തിന് ഒരുപാട് കാരണമായതാണ്. ഒരുപക്ഷെ വ്യക്തിപരമായി അങ്ങനെ ഒരു ആശ്വാസം കൂടി കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഇതെന്ന് തോന്നുന്നു. തീർച്ചയായും മോത്തി, സുരേഷ് ഗോപിക്ക് മാത്രമല്ല ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനും ആശ്വസിക്കാം. കാരണം ബി ജെ പിക്ക് അവരുടെ നില മെച്ചപ്പെടുത്താൻ സാധിച്ചു. അതായത് 20% വോട്ട് പിടിക്കും എന്ന ആത്മവിശ്വാസവും ുമായിരുന്നു. 20-ലേക്ക് എത്തിയില്ലെങ്കിൽ പോലും കഴിഞ്ഞ തവണ 2019 ബി ജെ പിക്ക് വോട്ട് ശതമാനം 12%. അതവർക്ക് 18% ഉയർത്താൻ സാധിച്ചു. എൻ ഡി എയുടെ ആകെ വോട്ട് ശതമാനം 20% എത്തി. കഴിഞ്ഞ തവണ അത് 15%, അപ്പോൾ ഒരു സീറ്റ് നേടി ബി ജെ പിക്ക് വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ സാധിച്ചു. ഇതിലേറ്റവും പ്രധാനം ബി ജെ പിക്ക് ഇത്തവണ ആകെ കേരളത്തിൽ കിട്ടിയത് 33 ലക്ഷം വോട്ടാണ്. അതിൽ അതായത് 6.5 ലക്ഷം വോട്ട് ബി ജെ പിക്ക് പുതിയതായി ബി ജെ പിയിലേക്ക് വന്നു, ബി ജെ പി അനുകൂലിക്കുന്നവരായി വന്നു. ഏറ്റവും പ്രധാനമായി ഇതിൽ രാഷ്ട്രീയമായി വിലയിരുത്തേണ്ട ഒരു കാര്യം, ബി ജെ പി സി പി എമ്മിൻ്റെ മേഖലകളിൽ, സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ മണ്ഡലങ്ങളിൽ, നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം തന്നെ സ്വാധീനം ഉറപ്പിക്കാൻ ബി ജെ പിക്ക് സാധിച്ചു. അത് നിർണായകം. ഏറ്റവും പ്രധാനമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ മത്സരമാണ്. വി മുരളീധരൻ അതിശക്തമായ ത്രികോണ മത്സരമാണ് നൽകിയത്. ഒരുപക്ഷെ സാഹചര്യങ്ങൾ മറ്റൊരു തരത്തിൽ, അല്ലെങ്കിൽ വി ജോയി അല്ലെങ്കിൽ അടൂർ പ്രകാശോ അല്ല അവിടെ സ്ഥാനാർത്ഥിയെങ്കിൽ ഒരുപക്ഷെ ആറ്റിങ്ങലിലെ സ്ഥിതി വേറെ ആകുമായിരുന്നു എന്ന കാര്യം ഒരു സംശയവും വേണ്ട. മറ്റൊരു മത്സരം ആലപ്പുഴയുടെ കാര്യമാണ്. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ അവിടെ പ്രചാരണത്തിന് മത്സരത്തിനായി വരുന്നത് ആ സമയത്ത് മാത്രമാണ്. അവിടെ ബി ജെ പി 2,90,000 വോട്ടിലധികം നേടി എന്നത് സി പി എമ്മിൻ്റെ കേന്ദ്രങ്ങളാണ് ഈ ആലപ്പുഴയായാലും ആറ്റിങ്ങലായാലും. അപ്പോൾ സി പി എമ്മിൻ്റെ അടിസ്ഥാന വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഹിന്ദു വോട്ടർമാർ തന്നെയാണ്. ഹിന്ദു വോട്ടർമാർക്കിടയിൽ, പാർട്ടി വോട്ടർമാർക്കിടയിൽ ബി ജെ പി സ്വാധീനമുണ്ടാകുന്നു എന്നത് സി പി എമ്മിനെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ ബി ജെ പിക്ക് അവരുടെ പ്രചരണത്തിൻ്റെ മികവായി ഉയർത്തിക്കാട്ടാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ ഇപ്പോൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലം തിരുവനന്തപുരം മാത്രമാണ്. ഇത് പറയുമ്പോൾ ക്രിസ്ത്യൻ വോട്ടുകളിൽ ബി ജെ പിക്ക് ഒരു സ്വാധീനം ഉണ്ടാക്കാൻ പരക്കെ സാധിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് തൃശ്ശൂർ മണ്ഡലത്തിൽ വ്യക്തമായി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തൃശ്ശൂർ മണ്ഡലം, ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട 7 നിയമസഭാ മണ്ഡലത്തിൽ 6 ബി ജെ പിയാണ് ഒന്നാം സ്ഥാനത്ത്. അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരത്ത് ക്രൈസ്തവ വോട്ടുകളോ മുസ്ലിം വോട്ടുകളോ സ്വാധീനിക്കാൻ ബി ജെ പിക്ക് കാര്യമായി സാധിച്ചിട്ടില്ല എന്ന കാര്യം വ്യക്തമാണ്. അപ്പോഴും കോവളം പോലെ യു ഡി എഫിന് വലിയ മുന്നേറ്റമുണ്ടാകുന്ന കോവളം പോലുള്ളൊരു മണ്ഡലത്തിൽ ബി ജെ പിക്ക് 2ാം സ്ഥാനത്തെത്താൻ സാധിച്ചിട്ടുണ്ട്. അത് രാജീവ് ചന്ദ്രശേഖർ തീരദേശ മേഖല കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു പ്രത്യേക പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെ വിലയിരുത്താം. ഏറ്റവും പ്രധാനപ്പെടുന്നത് ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിക്ക് കൂടുതലായി സ്വാംശീകരിക്കാൻ സാധിച്ചത് അത് തൃശ്ശൂരും പത്തനംതിട്ടയിലുമാണ്. പത്തനംതിട്ടയിൽ 3 ക്രിസ്ത്യൻ കാൻഡിഡേറ്റുകൾ മത്സരിച്ച ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി ബി ജെ പിക്ക് അവിടെ നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നത് വിലയിരുത്താവുന്നതാണ്. എന്തായാലും 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലങ്ങൾ നിലവിൽ തിരുവനന്തപുരം മണ്ഡലത്തിലെ തിരുവനന്തപുരം സെൻട്രലും കോവളവും നെയ്യാറ്റിൻകരയും. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ 2 മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തായിരുന്നു. അത് ആറ്റിങ്ങലും കാട്ടാക്കടയുമാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബി ജെ പി പ്രത്യേക ശ്രദ്ധ കൊടുത്ത് അവിടെ മത്സരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ തന്നെയാകും ഇത്. 1ഉം 2ഉം സ്ഥാനങ്ങളിലെത്തിയ മണ്ഡലങ്ങൾ ബി ജെ പിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യത ഉള്ളതായി അവർ വിലയിരുത്തുകയും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ബൂത്ത് തലത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന ദേശീയ നേതൃത്വം കഴിഞ്ഞ 1 വർഷം മുൻപ് നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പല മണ്ഡലങ്ങളിലും അത്തരത്തിലുള്ള
പ്രവർത്തനം നടത്തിയിരുന്നു. അതിൻ്റെ ഫലമാണ് ഈ ആറ്റിങ്ങലിൽ കണ്ടത്. ആറ്റിങ്ങലിൽ പി മുരളീധരൻ 3 ലക്ഷത്തിലധികം വോട്ട് നേടി എന്നത് രണ്ട് മുന്നണികളെയും ഒരു ഘട്ടത്തിൽ വിറപ്പിച്ചതാണ്. ഒരുപക്ഷെ ഒരു 3 ലക്ഷത്തോളം വോട്ട് എണ്ണാനുണ്ടായിരുന്ന സമയത്ത് വി മുരളീധരൻ മുന്നോട്ട് വരുന്നത് ആറ്റിങ്ങലിൽ BJPക്ക് ഒരു വിജയസാധ്യത ഉണ്ടെന്ന് BJP ഒരു വോട്ടെണ്ണുന്ന ഘട്ടത്തിൽ BJP നേതാക്കൾ പലരും ചിന്തിച്ചതാണ്. എന്തായാലും BJPക്ക് കേരളത്തിൽ ഏറ്റവും ആശ്വസിക്കാവുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രതീക്ഷ പകരുന്ന മണ്ഡലം എന്നത് അല്ലെങ്കിൽ മത്സരം എന്നത് ആറ്റിങ്ങൽ തന്നെയാണെന്നാണ് ഈ ഘട്ടത്തിൽ ഞാൻ വിലയിരുത്തുന്നത്. സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ പാർട്ടിയുടെ പ്രവർത്തനവും പ്രധാനമന്ത്രിയുടെ ഇവിടെയുള്ള പ്രചരണം എന്നെല്ലാം അപ്പുറം സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ വലിയ വ്യക്തിപ്രഭാവമുണ്ട്. സുരേഷ് ഗോപി അവിടെ കരുവന്നൂർ പോലുള്ള പല വിഷയങ്ങളിലും ഇടപെട്ട് സമരങ്ങൾക്ക് മുന്നിൽ നിന്ന് സാഹചര്യങ്ങളും രാഷ്ട്രീയ പ്രവർത്തനവും ഏറെ വർഷങ്ങളായി നടത്തുന്നു. അപ്പോൾ അതെല്ലാം കൊണ്ട് സുരേഷ് ഗോപിക്ക് അവിടെ സുരേഷ് ഗോപിയുടെ വിജയത്തെ മറ്റൊരു തരത്തിൽ വിലയിരുത്താം. രാഷ്ട്രീയമായ ഏറ്റവും വലിയ ഒരു മത്സരം നടന്നത് ആറ്റിങ്ങൽ എന്ന് വിലയിരുത്തുന്നത് തന്നെയാകും ശരി. അത് CPM കേന്ദ്രങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതുമാണ്.